കോൺഗ്രസ് എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഒരു ജനാധിപത്യ പ്രസ്ഥാനമാണ്. കടകംപള്ളി സുരേന്ദ്രൻ പ്രേംകുമാറിന്റെ വീട്ടിൽ വന്നിരുന്നോ? അപ്പൊ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? അല്ല, അത് അദ്ദേഹം അന്ന് രാവിലെ എന്നെ ഒന്ന് വിളിച്ചിട്ടാണെന്ന് പറഞ്ഞു. ഞാൻ എവിടെ നിന്നും പുറത്തിറങ്ങുകയോ അകത്ത് കയറുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാനിങ്ങനെ സ്വതന്ത്രമായി നിൽക്കുന്നു ഒരിക്കലുമില്ല. ഇപ്പോഴും കമ്മ്യൂണിസം എന്ന് പറയുന്ന ആ മഹോന്നതമായ ഒരു സങ്കല്പം, ആശയം അതെന്റെ ഉള്ളിൽ തന്നെയുണ്ട്. എന്താണ് അല്ല, പറയുന്നുവാണോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്താണ് അല്ല, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു ഇത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്റെ ആഗ്രഹങ്ങളൊന്നുമില്ല. ഞാൻ കൃത്യമായി വോട്ട് ചെയ്യും. മറ്റു കാര്യങ്ങളൊക്കെ ജനം തീരുമാനിക്കും. അല്ലെ, ഞാനെങ്ങനെ അത് പറയും? ഇടതുപക്ഷം എപ്പോഴും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി കൊടിപിടിക്കുന്നവരും എപ്പോഴും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ മുന്നോട്ട് ചെയ്യുന്ന എന്ന് പറയുന്ന ആൾക്കാരാണ്. താങ്കൾക്ക് കടുത്ത അവഗണന കിട്ടിയെന്ന് പറയുന്നു. എന്താണ് പറയുന്നുവാണോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്താണ് അല്ല, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു ഇത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മന്ത്രി ഒരു വാക്ക് പറയുന്നുണ്ട്, പ്രേംകുമാർ വർഷം പറയുന്നുണ്ട്. അതേസമയം എന്താണ് പ്രേംകുമാറിന്റെ അടുത്ത നിലപാട്? പാർട്ടിയുമായിട്ട് യോജിക്കുന്നില്ല. അല്ല, എനിക്ക് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ലാത്ത സ്പേസിൽ തുടരാൻ എനിക്ക് പറ്റില്ല. അതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു തീരുമാനം. വേറെ ഒരു തീരുമാനത്തിലേക്കും പോയിട്ടില്ല. മറ്റൊരു ചർച്ചകളോ യാതൊരു കാര്യങ്ങളോ അതിനെക്കുറിച്ചില്ല. അഭിപ്രായം എന്നും പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. ഒരു സുപ്രഭാതത്തിൽ നിശബ്ദമാകണം എന്ന് പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് പറയേണ്ട അഭിപ്രായങ്ങൾ പറയണം. അതിന് പറയാൻ പറ്റിയ സ്പേസിൽ മാത്രമേ ഞാൻ നിൽക്കൂ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇടതുമുന്നണിക്കൊപ്പം ഇല്ല എന്ന് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നുണ്ടോ? ഞാൻ ഒരിക്കലും ഒരു രാഷ്ട്രീയം തന്നെ, എൻ്റെ മനസ്സിൽ കൃത്യമായ രാഷ്ട്രീയവും വ്യക്തമായ രാഷ്ട്രീയമൊക്കെ ഉണ്ട്. പക്ഷെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ അതൊരു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഒന്നൊന്നും എൻ്റെ മനസ്സിൽ ഇതുവരെയുള്ള ഒരു അജണ്ടയേ അല്ല. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, അതിപ്പോഴും പറയുകയാണ്. ഞാനൊരു ഉറച്ച ദൈവവിശ്വാസിയാണ്. ഉറച്ച ദൈവവിശ്വാസി. എൻ്റെ ദൈവത്തിൽ ഞാനൊന്നും ഇങ്ങനെ തീരുമാനിച്ചുറപ്പിച്ച് ഇങ്ങനെ വലിയ ജീവിത വിജയങ്ങളൊക്കെ ഇങ്ങനെ കണക്ക് കൂട്ടി എന്തെങ്കിലും ഭാഗ്യമോതിരങ്ങളോ അങ്ങനെയുള്ള ചരടുകൾ കെട്ടുകയോ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒന്നും ചെയ്യാതെ വളരെ സ്വസ്ഥമായി ഇങ്ങനെ അത് പരിശോധിക്കാം. അങ്ങനെയൊന്നുമില്ലാത്ത വളരെ സ്വതന്ത്രമായി ജീവിക്കുന്ന ഒരാളാണ്. ഒരു ജീവിത വിജയത്തിന് വേണ്ടി ഒരു കുറുക്കു വഴിയും ആലോചിക്കാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അത്തരം ഒരു തിരഞ്ഞെടുപ്പ് മത്സരം അതൊന്നും എൻ്റെ സ്വപ്നത്തിലേ ഇല്ല. പക്ഷേ നാളെ എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് എനിക്ക് ഇന്ന് പറയാൻ പറ്റില്ല. അതാണ് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടുള്ളത്. ഈ നിമിഷം എന്താണ് എന്ന് നിങ്ങൾ ചോദിച്ചാൽ ഈ നിമിഷം എൻ്റെ മുമ്പിൽ ബ്ലാങ്ക് ആണ്. വേറെ ഒന്നുമില്ല, ഒരു ചർച്ചയുമില്ല, ഒന്നുമില്ല. പി കൃഷ്ണപിള്ളയുടെ കഥാപാത്രത്തെ സ്വാംശീകരിക്കാനുണ്ടായ കമ്മ്യൂണിസ്റ്റ് അറിവുകൾ, അദ്ദേഹം 35 വർഷം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സഹയാത്രികനായിരുന്നു എന്നും പറഞ്ഞു. ഇപ്പോഴിദ്ദേഹത്തെ അന്യായമായി സ്ഥാനഭ്രഷ്ടനാക്കിയതിൽ നിന്നും ആ കമ്മ്യൂണിസ്റ്റ് മനസ്സ് ഇദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഇപ്പോഴും കമ്മ്യൂണിസം എന്ന് പറയുന്ന ആ മഹോന്നതമായ ഒരു സങ്കല്പം, ആശയം അതെന്റെ ഉള്ളിൽ തന്നെയുണ്ട്. ആ കമ്മ്യൂണിസം എന്നതിന്റെ ഉള്ളിലുള്ള ആ ഒരു ചിന്ത അത് ഒരിക്കലും ആർക്കും പുറത്താക്കാൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റ് സർക്കാർ കമ്മ്യൂണിസത്തിന് വിധേയമായി അല്ല ഇപ്പം ഭരിക്കുന്നത് എന്നൊരു തോന്നലുണ്ട്. ഞാൻ അത്തരം ഒരു അഭിപ്രായ പ്രകടനങ്ങളിലേക്കും പോകുന്നില്ല. ഇടതുപക്ഷം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ രാജ്യത്ത് വർഗീയതയ്ക്കെതിരെ മതേതരത്വം സംരക്ഷിക്കാൻ, ജനാധിപത്യം സംരക്ഷിക്കാൻ, നമ്മുടെ ഭരണഘടന സംരക്ഷിക്കാൻ ഇന്ന് രാജ്യത്ത് ഒന്നിച്ചു നിന്ന് പോരാടേണ്ട പ്രസ്ഥാനങ്ങളാണ്. അത് ദേശീയ തലത്തിൽ കോൺഗ്രസ് ആയാലും നമ്മുടെ ഈ ഇടതുപക്ഷ കക്ഷികളായിരുന്നാലും ഈ നമ്മുടെ മുൻപിലുള്ള ഏറ്റവും വലിയ ഒരു വിഷയമെന്ന് പറയുന്നത് വർഗീയതയാണ്. അത് ഫാസിസമാണ്. അത്തരം ഇതിന് എതിരെ ദേശീയ തലത്തിൽ ഒരു രാഷ്ട്രീയ ബദൽ ദേശീയ തലത്തിൽ അതിനെ ചെറുക്കാനുള്ള ഏറ്റവും നല്ല ഒരു രാഷ്ട്രീയ ബദലായിട്ട് ഞാൻ കാണുന്നത് കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസ് എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഒരു ജനാധിപത്യ പ്രസ്ഥാനമാണ്. ഇവിടുത്തെ സ്വാതന്ത്ര്യ സമരത്തിന് ഏറ്റവും നേതൃത്വം നൽകിയ പ്രസ്ഥാനമാണ്. മഹാനായ നെഹ്റു വിഭാവനം ചെയ്ത നെഹ്റുവിൻ്റെ സോഷ്യലിസവും ജനാധിപത്യവും മതേതരത്വവും അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണവും അതൊക്കെ തന്നെയാണ് ഇന്നും ഇന്ത്യയുടെ ഒരു ഊർജ്ജമെന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും വലിയ ഒരു ദീർഘദർശിയായ ഒരു ലോക നേതാവ്, അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി, അതിപ്പോൾ ആ അർത്ഥത്തിൽ അതൊക്കെ ഇവിടെ പ്രായോഗികമാകുന്നു എന്നുള്ളത് മറ്റില്ല. അപ്പോൾ ദേശീയ തലത്തിൽ ഇന്ന് നിലനിൽക്കേണ്ട ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനൊരു അപജയം ഉണ്ടായാൽ അത് രാജ്യത്തിന് അപകടമാകും എന്ന് വിശ്വസിക്കുന്നു. അതിന് ശക്തി പകരേണ്ട ഒരു വലിയ ഉത്തരവാദിത്തം അത് ഇവിടുത്തെ ഇടതുപക്ഷത്തിനുമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കേണ്ട പ്രസ്ഥാനങ്ങളാണ്. അത് ഭിന്നിച്ചു നിൽക്കേണ്ട യാതൊന്നുമില്ല. ഒന്നിക്കുന്ന ഒരു സമൂഹം മനുഷ്യരെ ഒന്നിപ്പിക്കേണ്ടതാണ്. മനുഷ്യരൊന്നിച്ചു നിൽക്കേണ്ടതാണ്. ആ ഒന്നിപ്പിക്കാൻ ഇന്നിപ്പോൾ ഭിന്നിപ്പിക്കാനും പകയുടെയും വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും ഒക്കെ പ്രത്യയശാസ്ത്രങ്ങൾ പ്രചരിപ്പിക്കാനും ശ്രമിക്കുന്ന ഏറ്റവും ആപൽക്കരമായ വർത്തമാനകാലത്ത് ഇത്തരം പ്രസ്ഥാനങ്ങൾ, ഇത്തരം ജനാധിപത്യ മതേതരത്വ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾ
ഒന്നിച്ച് പോകണം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വേറെ ഒരു പ്രധാനമായ ഒരു പാർട്ടിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ സ്ലീപ്പേഴ്സ് ഉണ്ടാവും, പ്രധാനമായി ചർച്ച ചെയ്യും പല പാർട്ടികളും. ഞാൻ എവിടെ നിന്നും പുറത്തിറങ്ങുകയോ അകത്ത് കയറുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാനിങ്ങനെ സ്വതന്ത്രമായി നിൽക്കുന്നു. എന്നൊരു ചുമതല ഏൽപ്പിച്ചു, ഞാനത് ചെയ്തു. ഇപ്പൊ ആ ചുമതലയിൽ നിന്ന് മാറി ഇപ്പൊ ഞാനിങ്ങനെ നിൽക്കുകയാണ്. യാത്രയുടെ ഭാഗമാകുമോ UDF-ൽ നിന്നോ കോൺഗ്രസിൽ നിന്നോ ആരെങ്കിലും ചർച്ചകൾ? തീർച്ചയായും നമ്മുടെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള ചില ചർച്ചകൾ അവർക്ക് താല്പര്യമുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. പലരും എന്നോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ പിന്നെ നേരിട്ട് വെച്ചാൽ ഞങ്ങൾ നേരിലല്ല, ഫോണിൽ കൂടി പലരും സംസാരിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതൊന്നും ഒരു അവസാന ഒരു വാക്കിലേക്കൊന്നും എത്തിയിട്ടില്ല. പോസിറ്റീവാണോ ചർച്ചകള്? അത്തരം ചർച്ചകളിലൊക്കെ ഒന്നും പോയില്ല. ആദ്യം ഇവിടുന്ന് എന്തെങ്കിലും ഒരു മാറ്റം എന്നുള്ള രീതിയിലെങ്കിലും അതിനൊരു വ്യക്തത വരട്ടെ. അതൊന്നും ഇല്ലല്ലോ. ഇപ്പൊ അത്തരം കാര്യങ്ങളിലേക്കൊന്നും വന്നിട്ടില്ല. അല്ല, അതൊന്നും ഞാൻ പറഞ്ഞില്ല. നാളത്തെ കാര്യമൊന്നും എനിക്ക് ഇന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും മത്സരിക്കുന്ന അങ്ങനെ എന്തെങ്കിലും അവസ്ഥ വന്നാൽ എനിക്കറിയില്ല. നമുക്കത് അപ്പോൾ സംസാരിക്കാം. ഇപ്പോൾ അതിനെക്കുറിച്ച് ഒരു ഊഹാപോഹങ്ങൾക്കൊന്നും മറുപടി പറയാൻ ഞാൻ. പ്രധാനമായി കോൺഗ്രസിലേക്ക് ചേരണം എന്നുള്ള ചർച്ചകളാണോ ഉണ്ടായത്? അതും സജീവമായിട്ടുണ്ട്. അവരുടെ കൂടെ നിൽക്കണം എന്ന് അവരുടെ ആവശ്യമുണ്ട്. താങ്കളുടെ ആവശ്യം അവർ കേട്ടിരുന്നോ? ഞാനൊരു ആവശ്യം പറഞ്ഞില്ലല്ലോ. ഞാനിപ്പോൾ അത്തരം ഒരു ചർച്ചകളിലേക്ക് പോയിട്ടില്ല. അവര് പലരും ചർച്ചയ്ക്ക് പിന്നെ സന്നദ്ധമായിട്ട് എപ്പോഴെങ്കിലും നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞു. പുതുയുഗ യാത്രയുടെ ഭാഗമാകുമോ? VT ശശി നയിക്കുന്നേ പുതുയുഗ യാത്രയുടെ ഭാഗമാകുമോ? ഇല്ല, ഇപ്പോൾ ഒരു യാത്രയും എനിക്കില്ല. ഇപ്പോൾ എൻ്റെ ഫാമിലിയൊക്കെ ആയിട്ടുള്ള ചില യാത്രകൾ മാത്രമാണ്. കടകംപള്ളി സുരേന്ദ്രൻ പ്രേംകുമാറിന്റെ വീട്ടിൽ വന്നിരുന്നല്ലോ, അപ്പൊ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? അല്ല, അത് അദ്ദേഹം അന്ന് രാവിലെ എന്നെ ഒന്ന് വിളിച്ച് കാണണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് ഒരു യാത്രയുണ്ട്, അത് കഴിഞ്ഞ് രാത്രി ഉണ്ടാവും. അല്ല, പറയട്ടെ, രാത്രി ഉണ്ടാവും. രാത്രി പക്ഷേ എത്ര മണിയെന്നോ സമയമൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ അദ്ദേഹം ഒരു വൈകുന്നേരം ഏതോ സമയത്തോടെ വന്നു എന്ന് അറിഞ്ഞു. പക്ഷെ ആ സമയത്ത് എനിക്ക് കാണാൻ പറ്റില്ല, ഞാൻ വന്നില്ല. ആ സമയത്തുണ്ടായി. സാംസ്കാരിക ഉത്സവത്തിൽ ഇടയ്ക്ക് പങ്കെടുക്കുകയുണ്ടായി. അവിടെ വെച്ച് ഈ വേദിയിൽ കൂടുതൽ ആൾക്കാരുള്ളത് കോൺഗ്രസ് ശ്രദ്ധിക്കണം എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഈ കോൺഗ്രസിനുള്ളിൽ നേതാക്കന്മാർ കൂടുതലുണ്ട് എന്ന് പറയാതെ പറഞ്ഞത് തന്നെയല്ലേ? അത് തീർച്ചയായിട്ടും ഒരു സത്യമാണ്. കാര്യം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഒരു വേദിയിൽ ആവശ്യമുള്ള ആൾക്കാരാണ് ഉണ്ടാകേണ്ടത്. പക്ഷെ പലപ്പോഴും ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഞാൻ ഇതൊന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ പലപ്പോഴും വേദിയിൽ ആവശ്യമില്ലാത്ത ഒരുപാട് പേരുടെ ഒരു തിക്കിത്തിരക്കും തള്ളിക്കയറ്റവും ഒക്കെ ഉണ്ടാകാറുണ്ട്. കോട്ടയത്ത് പോയപ്പോഴും അങ്ങനെ ഒരു ചെറിയ ഒരു ലക്ഷണം കണ്ടു. പക്ഷേ പിന്നീട് അത് നേതാക്കളൊക്കെ തന്നെ ഇടപെട്ട് അതിനെ ഒന്ന് ശാന്തമാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഈ ജനാധിപത്യം കൂടി പോകുമ്പോഴാണ് ചിലപ്പോൾ ഒരുപക്ഷെ ഇതിനൊക്കെ സംഭവിക്കുക എന്ന് എനിക്ക് തോന്നുന്നു. ഇത് നേതാക്കൾ ഇടപെട്ട് വേദിയിൽ ആരൊക്കെയാണ് ആവശ്യമുള്ളത് അതിനൊക്കെ ഒരു ചിട്ടയും അങ്ങനെ ഒരു ഇത് വേണമല്ലോ. അത് എല്ലായിടത്തും ഒരു ഡിസിപ്ലിനാണ്. അതവിടെയും പറഞ്ഞു. ഞാനങ്ങനെയാണ്, എനിക്ക് അഭിപ്രായം പറയേണ്ടടുത്ത് അത് ഞാൻ കൃത്യമായി പറയും. അത് അവരത് ഉൾക്കൊള്ളുകയാണെങ്കിൽ ഉൾക്കൊള്ളുന്നത്, അത്രയേ ഉള്ളൂ. ഇല്ല, അത്തരം ചർച്ചകളോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഒന്നും കടന്നിട്ടില്ല. കാണണം, സംസാരിക്കണോ എന്നൊക്കെ ആവശ്യപ്പെട്ടില്ല. ആസന്നമായ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ജയിക്കണമെന്നാണോ വലതുപക്ഷം ജയിക്കണമെന്നാണോ ഇദ്ദേഹത്തിന്റെ വ്യക്തിപരമായ? എന്റെ ആഗ്രഹത്തിന് പ്രസക്തിയില്ല, ജനം തീരുമാനിക്കും. ഇദ്ദേഹത്തിന് അങ്ങനെ എന്റെ ആഗ്രഹങ്ങളൊന്നുമില്ല. ഞാൻ കൃത്യമായി വോട്ട് ചെയ്യും. മറ്റു കാര്യങ്ങളൊക്കെ ജനം തീരുമാനിക്കും. അല്ലെ ഞാനെങ്ങനെ അത് പറയും? എന്തെങ്കിലും ഉണ്ടോ?